പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, നിനക്ക് ആരാധന, സ്തുതി, മഹത്വം. അവിടുന്ന് എനിക്ക് പാറയും കോട്ടയുമാണ്. അങ്ങയുടെ നാമത്തെ പ്രതി എന്നെ നയിക്കണമേ. എനിക്ക് വഴികാട്ടി ആയിരിക്കണമേ. എനിക്കായി ഒളിച്ചു വച്ചിരിക്കുന്ന വലയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അവിടുന്നാണ് എൻ്റെ അഭയസ്ഥാനം. സങ്കീർത്തനം 31 3-4 വാക്യങ്ങൾ. നമ്മളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഓരോ നിമിഷവും ദൈവത്തിൻ്റെ മുമ്പിൽ നയിക്കണമേ എന്നാണ്, വഴികാട്ടിയായിരിക്കണമെന്നാണ്. ദുഷ്ടരുടെ കരങ്ങളിൽ നിന്ന്, ദുഷ്ടതയിൽ നിന്ന്, തിന്മയുടെ കരങ്ങളിൽ നിന്ന്, സഹനങ്ങളുടെ നടുവിൽ നിന്ന് രക്ഷിക്കണമേ, അഭയസ്ഥാനമായിരിക്കണമേ എന്നാണ് പ്രാർത്ഥന. ഓരോ നിമിഷവും എൻ്റെ ജീവിതത്തിൽ നന്മ കടന്നു വരണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആ പ്രാർത്ഥനയോടൊപ്പം തുടക്കത്തിലെ വചനം നമ്മുടെ ഹൃദയത്തിൽ പതിയട്ടെ. അവിടുന്ന് എനിക്ക് പാറയും കോട്ടയുമാകണം. എൻ്റെ ജീവിതത്തിൻ്റെ പ്രഥമ സ്ഥാനം എൻ്റെ ഈശോയാകുമ്പോൾ ദുഷ്ടരുടെ കരങ്ങളിൽ നിന്ന്, തിന്മയുടെ ശക്തിയിൽ നിന്ന് എന്നെ വിടുവിച്ച് ഈ ദിവ്യകാരുണ്യത്തോട് ചേർത്തിരുത്തി വിശുദ്ധി കൊണ്ടെന്നെ നിറയ്ക്കും, സ്നേഹം കൊണ്ടെന്നെ നിറയ്ക്കും. നമുക്ക് ഈ സ്നേഹം ആസ്വദിക്കാം. ഈ ദിവ്യകാരുണ്യം നമ്മളെ ഏറ്റെടുക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.